അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അതിന് CPIM ഓൾറെഡി 2 പ്രാവശ്യവും ജയിച്ച സ്ഥാനാർത്ഥികളെ തന്നെ 3ാം തവണയും നിർത്തുന്നു എന്ന് കേൾക്കുന്നുണ്ടോ? അതിപ്പോ ജയസാധ്യത കൂടാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ? അത് പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, പുതിയവർക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട് CPM. ഞാൻ ഈ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, തോക്കാൻ വേണ്ടി ജനിച്ചവരുണ്ട് കുറെ പേര്, ജയിക്കാനായി ജയിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയ്ക്കൊക്കെ പേരുണ്ട്. ഇത് തോൽക്കാൻ വേണ്ടി ജനിച്ചവരുണ്ട് CPM-നകത്ത്. പിന്നെ 2 തവണ മത്സരിച്ചവർക്ക് പിന്നെ ഇനി മത്സരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ പിന്നെ ഇനി എന്ത് ചെയ്യും? പിണറായി വിജയൻ 2016-ലും 2021-ലും ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ്. പിണറായി വിജയന് പ്രത്യേക ഇളവാണ്, അദ്ദേഹത്തിന് മത്സരിക്കാം, മുഖ്യമന്ത്രി ആകാം. കേരളം അദ്ദേഹം CPM-ന് പിന്തുണ കൊടുക്കുന്നു എങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ട്, പിണറായി വിജയൻ ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അഞ്ജനയ്ക്കും മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ജനങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ ചിലപ്പോൾ ചീത്ത വിളിക്കും. നിങ്ങള് പിന്നെ നാവ് പറഞ്ഞു പിണറായിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരികയാണോ? ചിലർക്കൊക്കെ പിന്നെ ഇപ്പൊ തന്നെ 75 സീറ്റുള്ളിടത്ത് 62 പേർ CPM-ന്റെ ഉണ്ട്. അതില് 23 MLA-മാര് 2 ടേം പിന്നിട്ടിരിക്കുകയാണ്. CPM-ൽ അങ്ങനെ ചില കണക്കുകളുണ്ട്. കാരണം ഇതൊരു കേഡർ പാർട്ടിയാണ്. 2 ടേം പിന്നിട്ടിരിക്കുന്നു. പിന്നെ ചിലപ്പോൾ ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മോശമാണ്, ജനപിന്തുണയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഒക്കെ അവരെ മാറ്റാം. ജനപിന്തുണ കൂടുതൽ നേടി നിൽക്കുന്നവരെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും ഒക്കെ വീണ്ടും പാർട്ടിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ കാസർഗോഡ് ഒക്കെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലത്തില് ഇപ്പോൾ നിലവിലുള്ള MLA തന്നെ ഒരു തവണയും കൂടി അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കും. കാരണം അത് വിജയസാധ്യത ഇവരെ ഉറപ്പുവരുത്തുന്നതാണ്. കാരണം ഇവരൊരു തുടർഭരണം ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ചിലർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരമുണ്ട്. ഈ നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഭരണവിരുദ്ധ വികാരം. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ട്. അപ്പൊ അത് എത്ര നല്ല സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞാലും ഇതും പിണറായി വിജയന്റെ കൂടെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് തിരികെ കുത്തിക്കളയും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല ജനകീയ പിന്തുണയുള്ളവർക്ക് വീണ്ടും അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ചിലരെയൊക്കെ മാറ്റി നിർത്തുന്നു, ചിലർക്ക് തുടരാൻ അവസരം പുതിയ നിരയെയും കൊണ്ടുവരുന്നുണ്ട്. പുതിയ നിരയെ കൊണ്ടുവരുന്നതിലൊക്കെ CPM എപ്പോഴും വളരെ മുന്നിൽ തന്നെയാണ്. ഇപ്പൊ തിരുവനന്തപുരത്തെ മേയർ നമുക്കറിയാവുന്നത് ആര്യ രാജേന്ദ്രൻ ഓൾ സയൻസ് കോളേജില് ക്ലാസ് മുറിയിൽ പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ പോയി പിടിച്ചുകൊണ്ട് വരുന്നത്, ഇവിടെ മേയർ ആയിക്കോളാൻ പറയുന്നത്. അങ്ങനെ മേയറായി. പിന്നെ ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെ തുടരും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ മട്ടന്നൂര് KK ശൈലജ. മട്ടന്നൂർ എന്ന് പറയുന്നത് അവിടെ മുമ്പ് EP ജയരാജനായിരുന്നു. EP ജയരാജൻ 2021-ൽ സീറ്റ് കൊടുത്തില്ല. KK ശൈലജയാണ് അവിടെ മത്സരിച്ചത്. KK ശൈലജ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. ഈ KK ശൈലജയ്ക്ക് സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോകാൻ വഴിയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു MLA ആണ് എന്നുള്ള ഒരു പേരും പെരുമയും ശൈലജ ടീച്ചറിനുണ്ട്. പിന്നെ വയനാട് ജില്ലയിലേക്ക് വന്നാൽ മാനന്തവാടിയിലെ ഈ കേളു ഉണ്ട്. കേളുവിന് വീണ്ടും 2 തവണയായി. ആദ്യ തവണ അദ്ദേഹം 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് 2016-ൽ. 2021-ൽ വരുമ്പോൾ 10000 വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ട്. അദ്ദേഹം സമീപ സമയത്താണ് മന്ത്രിയായത്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും തുടരാനുള്ള അവസരം ഉണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ പേരാമ്പ്രയിലെ TP രാമകൃഷ്ണൻ ഇപ്പോൾ LDF-ന്റെ കൺവീനറാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ വീണ്ടും മത്സരിക്കാനായിട്ട് അവസരം കൊടുക്കുന്നില്ല. മലപ്പുറത്ത് പ്രത്യേകിച്ച് അങ്ങനെ 2ാം ഊഴത്തിന് ആരും തന്നെ ഇല്ല. മലപ്പുറം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മുസ്ലിം ലീഗിന്റെ ഒരു കുത്തക പ്രദേശമാണ്. CPM അത്രയൊന്നും വലിയ ക്ലച്ച് പിടിക്കാത്ത ഇടം കൂടിയാണ്. ഇനി പാലക്കാട് വരുമ്പോൾ നെന്മാറയിലും ആലത്തൂരിലും ഒക്കെ തന്നെ അവിടെ നിലവിലുള്ള MLA-മാർ തന്നെ വീണ്ടും മത്സരിക്കും. തൃശ്ശൂരിലെ മണലൂർ മണ്ഡലത്തിൽ, തൃശ്ശൂർ ജില്ലയില് അവിടെ മുരളി വീണ്ടും മത്സരിക്കില്ല എന്നാണ് അറിയുന്നത്. എറണാകുളം ജില്ലയിലെ എറണാകുളവും
കോതമംഗലത്തും നിലവിലുള്ളവർ തന്നെ മത്സരിക്കും. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോലയിലെ MM മണിയാണ് ഇപ്പോഴത്തെ MLA. 2016 അദ്ദേഹം മന്ത്രിയുമായതാണ്. 2016-ലും 2021-ലും വിജയിച്ചു. MM മണി എന്ന് പറഞ്ഞാൽ തന്നെ യുവാഞ്ജനം ചിരിച്ചു. അതുപോലെ കേരളത്തിലുള്ളവർ പലരും ചിരിക്കുന്നുണ്ടാവും. MM മണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം മത്സര സാധ്യത ഇല്ല. ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ മണി അവിടെ വലിയ ജനകീയനായിരിക്കും. കേരളത്തിൽ മറ്റുള്ളവർക്കൊന്നും അത്രയും താല്പര്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ കോട്ടയം ജില്ലയിലും വലിയ മാറ്റമൊന്നും വരുന്നില്ല. VN വാസവൻ തുടരും. VN വാസവൻ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ്, അത് തുടരും. ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ വരുമ്പോൾ കായംകുളമാണ്. കായംകുളം നിയമസഭാ മണ്ഡലത്തില് 2 തവണയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് പ്രതിഭയാണ്. പ്രതിഭയ്ക്ക് വീണ്ടും സീറ്റ് കൊടുക്കില്ല. കാരണം അവിടെ പ്രതിഭയും CPM പാർട്ടി തട്ടും തമ്മിൽ പലതരത്തിലുള്ള വിയോജിപ്പുകളും വിഭിന്ന സ്വരവും ഒക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് പ്രതിഭയ്ക്ക് വീണ്ടും സീറ്റ് കൊടുക്കത്തില്ല. 2 തവണ മത്സരിച്ച് ജയിച്ചവരെ ചിലരെയൊക്കെ ഒഴിവാക്കുന്നുണ്ടല്ലോ. പിന്നെ സജി ചെറിയാൻ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നാണ്. സജി ചെറിയാന് വീണ്ടും സീറ്റ് കൊടുക്കും. കാരണം സജി ചെറിയാന് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യം വരുന്നത്. പിന്നെ 2021 ഉപതെരഞ്ഞെടുപ്പിലൂടെ വരുന്നത് അത് വേറെ കൗണ്ട് ചെയ്തിട്ടില്ല. ആ സാഹചര്യം നോക്കുമ്പോഴും പിന്നെ സജി ചെറിയാൻ പിണറായി വിജയന്റെ ഒരു ആളും കൂടിയാണ്. അതുകൊണ്ട് വീണ്ടും ചാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന നിയമസഭാ മണ്ഡലമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലമുണ്ട്. ഈ 5-ലും LDF ആണ് ഭരിക്കുന്നത്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ MLA കേരളത്തിന് വലിയ ആരോഗ്യരംഗത്ത് മികച്ച സംഭാവനകൾ നൽകി എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന PR വർക്കിലൂടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച വീണ ജോർജാണ്. പക്ഷെ വീണ ജോർജ് മത്സരിച്ചോട്ടെ, നമുക്കതിനെതിരെ പറയാൻ പറ്റത്തില്ലല്ലോ, പാർട്ടിയല്ലേ തീർച്ചയായും. വീണ ജോർജ് തോറ്റിരിക്കും, ഇത് ഉറപ്പാണ്. ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാനിപ്പോ പറയുന്നു, അത് 2026 ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. തോറ്റിരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഈ ആരോഗ്യരംഗം എന്ന് പറയുന്നത് എതിർപ്പ് ഈ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, കേരളം മുഴുവൻ എതിർപ്പാണ്. ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിനെ കുറിച്ചൊക്കെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ഒരു പ്രസ്താവനയും പോസ്റ്റും, അത് കഴിഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതും, അങ്ങനെ പിടിപ്പുകേടിന്റെ അങ്ങേയറ്റം, അനാസ്ഥയുടെ അങ്ങേയറ്റമായിട്ട് മെഡിക്കൽ രംഗം മാറിയിരിക്കുകയാണ്. ആരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, ഒരുപോലെ പ്രയോജനമുള്ളതാണ്. അത് ഇല്ലാതാക്കി. അപ്പൊ വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കും. വീണ ജോർജിനെ മത്സരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് വീണ സഭയുടെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയാണ് 2016 വരുന്നത്. പിന്നെ 2021 മന്ത്രിയാക്കി. ഇതിനിടയ്ക്ക് 2019 ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. പിന്നീട് വരുന്നത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് M നൌഷാദ് തന്നെ തുടരും. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ പാറശാലയാണ്. അവിടെ CK ഹരീന്ദ്രൻ ആയിരിക്കും ഇപ്പോഴത്തെ MLA. അദ്ദേഹം തന്നെ തുടരും. നെയ്യാറ്റിൻകരയിൽ ആൻസലിന് വീണ്ടും ഇത് കൊടുക്കുന്നില്ല, മറ്റൊരു പുതുമുഖത്തെ കൊണ്ടായിരിക്കും മത്സരിപ്പിക്കുക. കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോഴത്തെ MLA IB സതീഷാണ്. സതീഷ് അവിടെ കാട്ടാക്കട മണ്ഡലത്തിൽ വലിയ ജനകീയമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തി വിജയിച്ചിട്ടുള്ള ആളാണ്. അവിടെ BJPക്ക് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട. അത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പില് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ V മുരളീധരൻ 1ാം സ്ഥാനത്ത് എത്തിയതാണ്. അതുകൊണ്ട് BJP നോട്ടമിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ IB സതീഷ് വീണ്ടും മത്സരിക്കുമ്പോൾ അത് വലിയ കടുത്ത മത്സരത്തിലേക്ക് പോകും. പിന്നീട് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഒരു തവണയും കൂടി അവസരം കൊടുക്കുന്നു എന്നറിയുന്നുണ്ട്. പക്ഷെ അതും വിജയസാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ BJPയുടെ മുരളീധരനാണ് മത്സരിക്കുന്നത്. V മുരളീധരൻ 2016-ലും 2021-ലും BJP 2ാം സ്ഥാനം വന്ന മണ്ഡലം കൂടിയാണ്. ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം കുറിച്ച മണ്ഡലമാണ്. വർക്കലയില് ഇപ്പോഴത്തെ MLA V ജോയി തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ പരാജയവും ഉറപ്പായിട്ടുള്ളിടം ഉണ്ട്.